രണ്ടാമത്തെ വിഷയം പ്രതിപക്ഷം എന്താണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിനെ കുറിച്ചും പറഞ്ഞത്. അതെല്ലാം ശരിവെക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2019 ദേവസ്വം മാനുവൽ മുഴുവൻ ലംഘിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ മെയിൻ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ ശബരിമലയുടെ പ്രിമൈസസിൽ തന്നെ വേണം എന്ന ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്. ചെന്നൈയിലേക്ക് പോയത് ഫേക്ക് ആയിട്ടുള്ള ഒരു മോൾഡാണ്. യഥാർത്ഥ സാധനം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ്. ഇതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും രാഷ്ട്രീയ നേതൃത്വവും കൂട്ടുനിന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം. അല്ലേ? ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രതിയായില്ലേ? ദേവസ്വം ബോർഡ് വെച്ചാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ MLA ആണ്, CPM-ന്റെ അംഗങ്ങളെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോ അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. ഞങ്ങൾ കരുതുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ കടകംപള്ളി എങ്ങനെ ദേവസ്വം മന്ത്രി അറിയാതെ പോകുന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത്? ഇത് ഇവിടെ നിന്ന് എത്തിക്കാൻ, ചെന്നൈയിൽ എത്തിക്കാൻ 1 മാസവും 9 ദിവസവും എടുത്തെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി. അത് CPM പ്രതിയാകുന്നതിന് തുല്യമാണ്. മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം. വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എന്തുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണമെന്നും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞത്? ഇത് മൂടിവെച്ചു. ഈ വിഷയം മുഴുവൻ മൂടിവെച്ചു. ഇങ്ങനെ വിറ്റ കാര്യവും സ്വർണം കവർന്ന കാര്യവും ആരോടും പറയും. ഇപ്പൊ കോടതി പറഞ്ഞുകൊണ്ടാണ് പുറത്തു വന്നത്. എന്നിട്ട് 2025 ഈ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞതെന്താ? ഈ മദ്രാസിലെ കമ്പനിക്ക് അയക്കണ്ട, അവർ കേപ്പബിൾ അല്ല, അവർക്ക് കൊടുക്കണ്ട എന്ന് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിളിച്ചു വരുത്തി. അത് ഒക്ടോബർ 6-ാം തീയതിയിലെ കോടതി വിധിയിൽ പറയുന്നത്. ഒക്ടോബറിലെ കോടതി വിധിയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ മറികടന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വലിയ നിഷ്കളങ്കനായി ഭാവിക്കുന്നുണ്ടല്ലോ. തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞാണ് മദ്രാസിലേക്ക് കൊടുക്കരുത്, ഇവിടെ വെച്ച് തന്നെ ചെയ്യണമെന്ന്. അതിനെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തി വീണ്ടും കള്ളന്റെ കയ്യിൽ തന്നെ താക്കോലേൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ വിവരം അവർക്ക് അറിഞ്ഞിട്ടും അവർ ചെയ്തത്? ഇവരെല്ലാം ഉത്തരവാദികളാണ്. അന്ന് കട്ടത് ആരും അറിഞ്ഞില്ല, അതുകൊണ്ട് വീണ്ടും കക്കാനുള്ള പ്ലാനായിരുന്നു ഇപ്പൊ വീണ്ടും ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ